വെൽക്കം ടു മരിയൻ ആയുർവേദ. ഈ ഒരു എപ്പിസോഡിൽ നാം ചിന്തിക്കുന്നത് കുട്ടികളിൽ കാണപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഉമിനീർ ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന കല്ലുകൾ. അപ്പൊ അതിന് എന്തൊക്കെ ആയുർവേദത്തിൽ പരിഹാരങ്ങളുണ്ട് എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് എൻ്റെ കൂടെ നമ്മുടെ ചികിത്സയ്ക്ക് വന്നിട്ടുള്ള ഒരു അമ്മയും മോളും അവർ മാറിയിട്ടുള്ള ഒരു അവസ്ഥ അനുഭവങ്ങൾ അവർ നമ്മളോട് ഷെയർ ചെയ്യും. ഞാൻ ഡോക്ടർ അനുമോദ് കാക്കശ്ശേരി, മരിയൻ ആയുർവേദ, തൃശ്ശൂർ. എന്റെ കൂടെ ഉള്ളത് ഘൃതിനന്ദയും ഘൃതിനന്ദയുടെ അമ്മയാണ് സീന, അല്ലെ? അപ്പൊ ഘൃതിനന്ദ ആദ്യം വന്നത് അഡിനോയിഡിന്റെ പ്രോബ്ലത്തിനായിരുന്നു വന്നത്, അല്ലെ? അപ്പൊ ഘൃതിനന്ദയ്ക്ക് കുറച്ചൊക്കെ മാറ്റങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഗൗരിനന്ദയുടെ വിഷയം പറയുന്നത്. ചേച്ചി ഇന്ന് സ്കൂളിൽ പോയിരിക്കായിരിക്കും, അല്ലെ? അപ്പൊ ഗൗരിനന്ദയുടെ വിഷയം എന്ന് പറയുന്നത് ഉമിനീർ ഗ്രന്ഥിയിലെ കല്ലായിരുന്നു, അല്ലെ? എങ്ങനെയായിരുന്നു അതിന്റെ എന്ന് മുതലാണ് ആരംഭിച്ചത് ഉമിനീർ ഗ്രന്ഥിയിലെ കല്ല്? അത് 3 വയസ്സ് തുടങ്ങി ആൾക്ക് ഇങ്ങനെ വേദന വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ മംസിന്റെ ആണെന്നും പറഞ്ഞ ഡോക്ടർമാര് പറഞ്ഞ് 2 മാസം കൂടുമ്പോ വന്നിരുന്നു. അത് വേദന വരും. അപ്പൊ തന്നെ ചെവിടിന്റെ ഭാഗത്തായിട്ട് കഴല പോലെ ഇങ്ങനെ വീർത്തു വരും. അത് കഴിഞ്ഞ് പിന്നെ ഡോക്ടർമാരെ ആദ്യം ഇംഗ്ലീഷ് മരുന്ന് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഹോമിയോ കാണിച്ചു. അത് കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു ഇത് മംസ് ആണെന്നുണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് വന്നോണ്ടിരിക്കില്ലല്ലോ. അപ്പൊ അത് കാരണം പിന്നെ വേറെ ഡോക്ടർ പറയേ ഉമിനീർഗ്രന്ഥിയുടെ കല്ലാണ് 13 വയസ്സും ഇതെന്തായാലും വന്നോണ്ടിരിക്കുന്നു. ആദ്യം 2 മാസം കൂടുമ്പോ വന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് ഒരു 6 മാസത്തെ ഗ്യാപ്പായി. പിന്നെ അത് കഴിഞ്ഞ് എല്ലാ ക്ലാസ്സിലും വന്നിട്ടുണ്ട്. പിന്നെ അന്നത്തെ ദിവസം ക്ലാസ്സിൽ പോകാനും പറ്റില്ല, വായ തുറക്കാൻ പറ്റില്ല, പിന്നാലെ പനി വരും. ലാസ്റ്റ് ഡോക്ടർ പറഞ്ഞു മെഡിസിൻ ഒന്നും കൊടുക്കണതാകെ പാരസെറ്റമോളും മാത്രം, പനിക്ക് മാത്രമേ ഉള്ളൂ, ഇതിന് മരുന്നൊന്നും ഇല്ല എന്ന് പറഞ്ഞു. തേക്കാൻ മരുന്ന് ഒന്നുമില്ല, ഇതന്നെ ചെയ്യുന്നത്. വേറൊരു ഡോക്ടറെ കണ്ടപ്പോ, സർജനെ കണ്ടപ്പോ ആള് പറയേ ചെറുനാരങ്ങ മുറിച്ച് നാക്കുമ്പോ വെച്ചോടുത്താമെന്ന്. പിന്നെ ഇത് വേദന വരുമ്പോ അത് തന്നെ ചെയ്തോണ്ടിരുന്ന 13 വയസ്സ് വരെ വരും എന്നുള്ള പറഞ്ഞിട്ടുള്ളത്. പിന്നെ മോളെ കാണിച്ചപ്പോഴാണ് ഡോക്ടറോട് വന്ന് ഈ വിവരം പറഞ്ഞേ. ഒരു കോഴ്സ് മരുന്ന് കഴിച്ചപ്പോഴേക്കും പിന്നെ വേദന വന്നിട്ടില്ല. സ്കാൻ ചെയ്തപ്പോ കല്ലില്ല. പരോട്ടിഡ് ഗ്ലാൻഡ് കാൽസിഫിക്കേഷൻ ആയിരുന്നു. പരോട്ടിഡ് ഗ്ലാൻഡിലെ കാൽസിഫിക്കേഷൻ ആയിരുന്നു. സ്കാനിൽ കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. അത് നമുക്ക് ഏറ്റവും പെട്ടെന്ന് മാറുന്നതാണ്. അതായത് ഒരാഴ്ചയോടൊക്കെ തന്നെ വ്യത്യാസം. 2 ദിവസം കൊണ്ട് മാറി. എത്ര ദിവസം എടുത്തേ? 15 ദിവസത്തേക്ക് മരുന്ന്, 20 ദിവസത്തേക്ക് മരുന്ന് വന്നപ്പോൾ. ആദ്യത്തെ എത്ര ദിവസം കൊണ്ടൊക്കെ തന്നെ കുറവുണ്ടായി? ആദ്യത്തെ 2 ദിവസം ആ പൊടി തേച്ച് കഴിഞ്ഞപ്പോ തന്നെ ആള് പറഞ്ഞോട്ടെ, അമ്മ എനിക്ക് ഇവിടെ എന്തോ ഒരു വ്യത്യാസം തോന്നി, ആ ഒരു ഉണ്ട സാധനം കാണില്ല എന്ന് പറഞ്ഞു. അത് വന്ന വർഷം തന്നെ ഡോക്ടറെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പൊ പറഞ്ഞ ഇപ്പൊ എന്റെ ഇവിടെ ഒരു ഉണ്ട സാധനം കാണുന്നില്ല, എനിക്ക് ഇപ്പൊ വേദന അങ്ങനെ ഒന്നും എടുക്കണില്ല കേട്ടോ. കഴിച്ചു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, അറിയില്ല. 2-3 ദിവസം മതി ശരിക്കും. പരോട്ടിഡ് ഗ്ലാൻഡ് കാൽസിഫിക്കേഷൻ 2-3 ദിവസം കൊണ്ട് ഈ കല്ല് പോലെയുള്ളത് ഒരു പഞ്ഞി പോലെ സോഫ്റ്റ് ആവും, പിന്നെ അപ്പൊ തന്നെ അലിഞ്ഞു പോകും. അത്ര പെട്ടെന്ന് മാറുന്ന ഒരു സാധനം കാൽസിഫിക്കേഷൻ ഒക്കെ. ഞാൻ പൊടിക്ക് ഒരു സ്മെല്ല് ഉണ്ടായാൽ ഫസ്റ്റത്തെ ദിവസം 20 ദിവസം പറഞ്ഞെങ്കിലും 2 ദിവസം മരുന്ന് ഇട്ടുള്ളൂ. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഒരു ചുരുങ്ങിയത് ഒരു 6 ദിവസം എങ്ങനെയെങ്കിലും ഇട്ട് നോക്കി നോക്കാൻ പറഞ്ഞിട്ട് പിന്നെ ഒരു 10 ദിവസം കൂടി കൂട്ടി അങ്ങനെ ഒരു 6 ദിവസം കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളൂ. ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്ന ഒരു വിഷയമാണ് ഉമിനീർ ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന കല്ല്. അത് രോഗം ഉള്ളവർക്കാണ് അതിന്റെ ഒരു തീവ്രതയൊക്കെ മനസ്സിലാവുക. ഞാനിത് ആദ്യമായിട്ട് ഈ രോഗം ചികിത്സിക്കുന്നത് ഞാൻ ഗവൺമെന്റ് സർവീസിലുള്ളപ്പോൾ, പാലക്കാട് പെരിങ്ങോട്ടുകുറിശി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഗവൺമെന്റ് സർവീസിലുള്ളപ്പോഴാണ് ആദ്യമായിട്ടൊരു കുട്ടിയൊക്കെ വരുന്നത്. അന്നാണ് ഞാൻ ഈ രോഗത്തിന്റെ ഒരു തീവ്രതയൊക്കെ മനസ്സിലാവുന്നത്. ഒരു മാർബിൾ കഷ്ണം ഇരിക്കുന്ന പോലെയാണ്, അത്രയും ഹാർഡായിട്ടുള്ള ഒരു മാസമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പം അമ്മ പറഞ്ഞത് വലിയ സർജറിയാണ്, 2-3 പേരൊക്കെ കൂടി ചെയ്യേണ്ട ഒരു സർജറിയാണ് എന്നൊക്കെ പറഞ്ഞു. അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്കൊന്ന് പരിശ്രമിക്കാം എന്ന് പറഞ്ഞ് ഞാൻ ആദ്യമായിട്ടാണ് ആ രോഗം അന്ന് ചികിത്സിക്കുന്നത്. അന്ന് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന കുഞ്ഞു മരുന്നുകളൊക്കെ അവിടെ വെള്ളത്തിൽ ചാലിച്ചിടാനും പറഞ്ഞു. ഉള്ളിലേക്ക് മരുന്നുകളും കൊടുത്തപ്പോൾ തന്നെ അത് ഒരാഴ്ച ആകുമ്പോഴേക്കും തന്നെ അതൊരു അത്രയും കല്ല് പോലെ, പാറക്കഷ്ണം പോലെയുള്ള ഉറച്ച ഒരു ഗ്രന്ഥിയിലെ കല്ല് പെട്ടെന്ന് തന്നെ ഒരു പഞ്ഞി പോലെ സോഫ്റ്റായി. പിന്നെ ഒരാഴ്ച കൂടി മരുന്നിട്ട് കഴിഞ്ഞപ്പോഴേക്കും അത് പെട്ടെന്ന് തന്നെ അലിഞ്ഞു പോയി. അപ്പോഴാണ് നമുക്ക് ഇത്രയും നിസ്സാരം, ഇത്രയും വലിയൊരു സർജിക്കൽ ഒരു സാധനമാണല്ലോ നമ്മൾ മരുന്ന് കൊണ്ട് മാറ്റുന്നത്. അതിനുശേഷം ഒരുപാട് രോഗികളെയൊക്കെ നമുക്ക് കിട്ടിയിരുന്നു. അതെല്ലാം വളരെ സക്സസ്ഫുൾ ആയിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പൊ ഇവര് പറഞ്ഞ് ഗൗരിനന്ദ നമ്മുടെ അടുത്തൊക്കെ വരുന്നത്. ഇവര് നമ്മുടെ കയ്യിൽ കൃത്യമായിട്ട് സ്കാൻ റിപ്പോർട്ടുണ്ട്. ആദ്യം ഉള്ള വേദനയുള്ള സമയത്ത് എടുക്കുമ്പോൾ അവരെ ഉമിനീർ ഗ്രന്ഥിയിൽ കല്ലുകളുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ വീണ്ടും റിപ്പീറ്റ് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ അങ്ങനെ കല്ലുകളേ ഇല്ല. പിന്നെ അതിനുശേഷം പിന്നെ ഇത്രയും ഏതാണ്ട് ഒരു 1 ഇയറോളം ശേഷം ആയിട്ടുണ്ട്. മറ്റേ എന്നും വന്നിരുന്ന ആ ഒരു കല്ലുകളുടെ ആ ഒരു അസ്വസ്ഥത പൂർണ്ണമായിട്ട് മാറി. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുന്നത് വൈറൽ അസിഡിറ്റി ഒക്കെ തന്നെയാണ് ഇതിന്റെ ഒരു ബേസിക് റീസൺ.
ആയിട്ട് വരുന്നത്. അതിനൊപ്പം തന്നെ നമ്മുടെ ആയുർവേദത്തിൽ ഒരുപാട് മരുന്നുകളുണ്ട് കല്ലുകളൊക്കെ അലിഞ്ഞു പോകാനൊക്കെ ആയിട്ട്. അത് അവിടെ എക്സ്റ്റേണൽ അപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ തന്നെ അത് വളരെ പെട്ടെന്ന് അലിഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഭക്ഷണത്തിൽ ക്രമീകരിക്കുന്ന ബിസ്ക്കറ്റുകൾ പോലെയുള്ള എരിവുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ സ്പൈസസ് അല്ലെങ്കിൽ കെമിക്കൽസ് ഒക്കെ ഉള്ള ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഒഴിവാക്കുന്നു. പ്ലസ് മരുന്നുകൾ, കുഞ്ഞു മരുന്നുകൾ കൊണ്ട് തന്നെ ഈ ഉമിനീർഗ്രന്ഥിയിലെ കല്ലുകൾ നമുക്ക് അലിയിച്ച് കളയാവുന്നതാണ്. നമുക്ക് വീണ്ടും മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.